നേതൃത്വവുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും BJP ഉൾപ്പെടെ എല്ലാം മുന്നണിയിൽ നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട് എന്നുമായിരുന്നു സജി മഞ്ഞക്കടമ്പിലിന്റെ പ്രതികരണം. ജോസ് കെ മാണിയും VN വാസവനും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദിയും അദ്ദേഹം അറിയിച്ചു. ജോസ് കെ മാണി പറഞ്ഞത് സജി മഞ്ഞക്കടമ്പിൽ മികച്ച സംഘാടകനാണ്, പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്നാണ് സജിയെ വിശേഷിപ്പിച്ചത്. എന്താണ് സജിക്ക് തോന്നുന്നത്? അദ്ദേഹം എന്നെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിന് തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ച കാലഘട്ടങ്ങളിലെല്ലാം മുന്നണിയോട് നിൽക്കുന്ന പ്രസ്ഥാനത്തോട് അങ്ങേയറ്റം ആത്മാർത്ഥതയും വിധേയത്വവും കാണിച്ച് നിന്നിട്ടുള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും ഇന്നലെ രാജിവെക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു, സാഹചര്യം എന്താണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പുതിയതായി ഏതായാലും അദ്ദേഹം എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. VN വാസവൻ പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞതിലും ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ എടുക്കാനുള്ള ഒരു മനസാന്നിധ്യത്തിലല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ എന്തു വേണമെന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ. UDF നേതൃത്വവും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരുമായി ഞാൻ കാണുന്നതിന് കാണുമെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഞാൻ ഏതായാലും ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അവരുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ രാഷ്ട്രീയ തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കും. UDF ഇനി ഇല്ല എന്ന് തന്നെയാണോ ഇപ്പോൾ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു UDF ഒരു പ്രതിബന്ധം ഞാൻ പറഞ്ഞു. മോൻസ് ജോസഫ് എന്ന് പറയുന്ന നേതാവിന് സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന ഈ എളിയ ജില്ലാ പ്രസിഡന്റിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഓർക്കണം, ഞാൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസന സമിതിയിലേക്ക് ഒരാളെ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് കത്ത് കിട്ടി. സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ആളെന്ന നിലയിൽ ഞാൻ എൻ്റെ പേര് എഴുതി കൊടുത്തു. എൻ്റെ പേര് ഉത്തരവിറക്കി, ഗവൺമെൻറ് ഉത്തരവിറക്കി. ആ ഉത്തരവ് ജോസഫ് സാറിനെ തെറ്റിദ്ധരിപ്പിച്ച് തിരുവനന്തപുരത്ത് പോയി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയിൽ നിന്ന് പോലും എന്നെ വെട്ടിമാറ്റിയ നേതാവ് അവിടെ എപ്പോഴും അജീയനായി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്തു വിശ്വസിച്ച് തിരിച്ചവിടെ പോകുമെന്നുള്ളതാണ് എൻ്റെ മുന്നിലെ ചോദ്യചിഹ്നം. ഈ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകും അല്ലേ, അല്ലാതെ മാറി നിൽക്കുക എന്നുള്ളത് താൽക്കാലികമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഞാൻ 15-ാം വയസ്സ് മുതൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം. ഇതിൻ്റെ സുഖദുഃഖങ്ങളൊക്കെ ഞാൻ ശരിക്കും അനുഭവിച്ചു. ദുഃഖങ്ങളാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്കിനി വീണ്ടും ഇപ്പോൾ ഉടൻ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി നാളെ ഇനി എന്തെങ്കിലും വെട്ടിപ്പിടിക്കുന്ന ആഗ്രഹം എൻ്റെ മനസ്സിലില്ല. എന്നാൽ അതൊക്കെ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള തീരുമാനം ഞാൻ എടുക്കും. BJP പോലുള്ള ഏതെങ്കിലും ഒരു മുന്നണിയോട് സഹകരിക്കുമോ? അങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, സത്യസന്ധമായി പറഞ്ഞാൽ എന്നെ എല്ലാ മുന്നണിയിലുള്ള ആളുകളും ഞാനുമായിട്ട് ഫോണിൽ നേരിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് എൻ്റെ രാഷ്ട്രീയ തീരുമാനം ഞാൻ ഇനി വളരെ ആലോചിച്ച് മാത്രമേ ഞാൻ എടുക്കൂ. അത് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളുടെയും കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എടുക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയിട്ടില്ല. BJP വേണ്ട എന്നൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു BJP എന്നോ CPM എന്നോ UDF എന്നോ തിരിച്ചൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. എന്തായാലും അതാണ് സജി മഞ്ഞക്കടമ്പിൽ നിലപാട് വ്യക്തമാക്കുന്നത്. G. ശ്രീജിത്ത്, News 18 കോട്ടയം.